എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലുവാൻ ജിഹാദികൾ എന്ന എൻ്റെ വീഡിയോ പരമ്പരയുടെ 4ാമത്തെ വീഡിയോ ആണിത്. ഈ കഴിഞ്ഞ ദിവസം 2.5 കോടി രൂപയുടെ ഹാഷിഷ് ഓയിലുമായി ഒരു ജിഹാദി പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഹബീബ് എന്നാണ്. തൃശ്ശൂർ എക്സൈസാണ് ഇദ്ദേഹത്തെ പിടിച്ചത്. അതായത് തൃശ്ശൂർ കുന്നംകുളം കോട്ടോൽ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജിഹാദി. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും ഹാഷിഷ് ഓയിലും കഞ്ചാവും അതുപോലെ MDMAയും കൊണ്ടുവന്ന് തൃശ്ശൂർ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വിൽക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിര പരിപാടി. എന്നാൽ വ്യക്തമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇദ്ദേഹത്തെ പിടിച്ചു. അപ്പോൾ തൃശ്ശൂർ പൂരമായി ബന്ധപ്പെട്ട് പൂരം ഒന്ന് കൊഴുപ്പിക്കാൻ അല്ലെങ്കിൽ കലക്കാൻ ബോധപൂർവം ഈ തൃശ്ശൂർ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുവാനായിട്ടാണ് ഈ ജിഹാദി ആന്ധ്രാപ്രദേശിൽ നിന്നും ഈ ഹാഷിഷ് ഓയിൽ എത്തിച്ചത്. ഏതാണ്ട് 2.5 കിലോ ഹാഷിഷ് ഓയിലും അതോടൊപ്പം തന്നെ കഞ്ചാവും ഇദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതിന് ഏതാണ്ട് 2.5-3 കോടി രൂപയോളം വില വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഇവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് പൂത്തിരി എന്നാണ്. അപ്പോൾ പൂത്തിരി ഓൺ എന്ന് പറയുമ്പോൾ ഹാഷിഷ് ഓയിലും കഞ്ചാവും MDMAയും എത്തി എന്നും, പൂത്തിരി ഓഫ് എന്ന് പറയുമ്പോൾ ഇത് തീർന്നു എന്നുള്ളതാണ് ഇവരുടെ കോഡ് ഭാഷകൾ. അപ്പോൾ ഇവരുടെ വാട്സപ്പ് കേന്ദ്രീകരിച്ച് ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുണ്ട്. ഇത് എത്തിച്ചേരുമ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുവാനായിട്ടും ഇതിൻ്റെ പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരുന്ന ഈ കഞ്ചാവ് MDMA മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്ന 95% ആളുകളും ഈ ജിഹാദികളാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലാൻ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അവരെ ലഹരിയിൽ മുക്കിക്കൊല്ലാൻ ഇവർ ആശ്രാന്ത പരിശ്രമം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ തൃശ്ശൂർ പൂരം കലക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു. ഈ അടുത്ത നാളുകളിൽ നടന്ന വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ട് അപകടത്തിൻ്റെ പിന്നിലും ഇത്തരക്കാരുടെ കരാള ഹസ്തങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യം ഉയർന്നു വന്നു. എന്നാൽ കേരളത്തിൽ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണവും പ്രതിപക്ഷവും നിലനിൽക്കുന്നിടത്തോളം കാലം 100-ൽ 1-2 ആളുകൾ പിടിക്കപ്പെടുകയുള്ളൂ. ബാക്കി ആളുകൾ ഇങ്ങനെ വിലസുകയാണ് കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും. കേരളത്തിൽ ഏത് മുക്കിലും മൂലയിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ MDMAയും മയക്കുമരുന്നും കഞ്ചാവും നമുക്ക് സുലഭമായി കാണുവാനായിട്ട് കഴിയും. എന്തിനേറെ പെട്ടിക്കടകളിലും ഹോട്ടലുകളിലും ചെറിയ ചെറിയ കടകളിലൊക്കെ ഈ കഞ്ചാവിൻ്റെ സാന്നിധ്യവും MDMAയുടെയും അതുപോലെ ഹാഷിഷ് ഓയിലിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് പെട്ടിക്കടകൾ നടത്തുന്ന ആളുകൾ ഇവരെല്ലാം ഇത് ചെറിയ ഉണ്ട പോലെയാക്കി ചെറിയ ചെറിയ പാക്കറ്റിലാക്കി ഇവർ വിൽപ്പന നടത്തുകയാണ്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം ഈ ജിഹാദികളുടെ ഒരു പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവരുടെ പല പ്രവർത്തനങ്ങൾ. ഈ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുംഭമേള നടന്നു. അതായത് ഇലഹബാദിലാണ് കുംഭമേള നടക്കുന്നത്. പക്ഷേ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആ കുംഭമേള നടക്കുന്ന പരിസരത്തേക്ക് ഒരു ബിസിനസ്സും ചെയ്യുവാനായിട്ട് അനുവദിച്ചില്ല. പ്രത്യേകിച്ച് ഈ പാനിപ്പൂരി വിൽക്കുന്നവർ, ചാർട്ട് വിൽക്കുന്നവർ, മോമസ് എന്ന് പറയുന്ന ഒരു പലഹാരം വിൽക്കുന്നവർ, അതുപോലെ ഇങ്ങനെയുള്ള പലഹാരം ഒന്നും വിൽക്കാൻ ആ പ്രദേശത്ത് ഇവരെ അടുപ്പിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. എന്താണ് ഇതിൻ്റെ കാരണം?
ഈ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇവർ ഒരു പാനിപ്പൂരി ഉണ്ടാക്കിയാൽ അതിൻ്റെ അകത്തേക്ക് ഇവർ തുപ്പിയിടും, ഒരു ചാർട്ട് ഉണ്ടാക്കിയാൽ ഇവരതിൻ്റെ അകത്തേക്ക് തുപ്പും. എന്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയാലും അവർ അത് തുപ്പിയിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. അതിനെ ഇവർ ഹലാൽ ഭക്ഷണം എന്നാണ് അറിയപ്പെടുന്നത്. തുപ്പിയിടുകയാണ്. ചിലവന്മാർ കാർപ്പിച്ച് തുപ്പും, ചിലവർ ചെറിയ രീതിയിൽ തുപ്പും, ചിലർ ഊതും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരിപാടി കാരണം ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ ഭക്തർ വരുന്ന ഹിന്ദു ഭക്തർ അവിടെ ഗംഗാ നദിയിൽ അല്ലെങ്കിൽ സംഗം നഗരിയിൽ എത്തുന്നത് അവിടെ സ്നാനം ചെയ്യാനാണ് വരുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാ ടീ സ്റ്റാളുകളും ഭക്ഷണ സംവിധാനങ്ങളും നിരോധിച്ചു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ കഴിച്ച ഭക്ഷണം അതിനെ ഉച്ഛിഷ്ടമായിട്ടാണ് കാണുന്നത്. ആ ഉച്ഛിഷ്ടം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പാത്രത്തിലേക്ക് ഒരു ജിഹാദി തുപ്പി എന്നിട്ട് അവൻ ഭക്ഷണം വിളമ്പി തരുമ്പോൾ അത് അവൻ്റെ ഉച്ഛിഷ്ടമാണ്. ഈ ഉച്ഛിഷ്ടം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പൊതുവെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കടകളിൽ കയറി വാരി വലിച്ച് മന്തിയും ചിക്കൻ ബിരിയാണിയും മറ്റ് സാധനങ്ങളും ആർത്തിയോടെ കഴിക്കുമ്പോൾ അവരെൻ്റെ അകത്ത് തുപ്പിയിട്ടാണ് ഹലാലാക്കിയിട്ടാണ് തരുന്നത് എന്നുള്ളത് ആളുകൾക്ക് അറിയാമെങ്കിലും ഇവരുടെ ഭക്ഷണത്തിലുള്ള കൊതി കൊണ്ടും ആർത്തി കൊണ്ടും ഇവർ പിന്നെയും അതിൻ്റെ അകത്ത് പോയി ചാടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഇവർ കടന്നുകൂടിയെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വെള്ളം വിതരണമായിട്ടായിരിക്കാം, ഭക്ഷണ വിതരണമായിട്ടായിരിക്കാം, മറ്റു പലതും. പക്ഷേ ഇവരിതെല്ലാം ഹലാലാക്കിയിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ ഒരു സാമാന്യ ബുദ്ധി നമുക്ക് വേണം. അപ്പോൾ എന്തായാലും ഈ ജിഹാദികൾ ഈ കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലാൻ പരിശ്രമിക്കുമ്പോൾ ചിലത് പിടിക്കപ്പെടുന്നുണ്ട്, ചിലത് പിടിക്കപ്പെടുന്നില്ല. എന്നാൽ പൊതുജനം വളരെ ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂരിൽ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ കമൻറ്റുകൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റെജി MP എന്ന ഒരാൾ എഴുതിയിരിക്കുന്നു, കണ്ടോ കോയക്കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്, മുസ്ലിം ചെറുപ്പക്കാർ ഭൂരിഭാഗവും അല്ലെങ്കിൽ എല്ലാവരും തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ഇതാണ് പരിപാടി. കഴിഞ്ഞുപോയ കേസുകൾ നോക്കിയാൽ മതി, 99% ഈ ജിഹാദികൾ തന്നെ. എന്താ കാരണം? ആർക്കെങ്കിലും അറിയാമോ? ഇതിനൊക്കെ കോടികൾ എവിടുന്ന് വരുന്നു? ആലോചിക്കേണ്ട വിഷയമല്ലേ. കോടികൾ വരുന്നത് സ്വർണ്ണക്കടത്ത് വഴിയാണ്. കാരണം പല സ്ഥലത്തൂടെ ഈ സ്വർണം തിരികെ കയറ്റി വെച്ചാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ വളരെ വർഷങ്ങളായി ഈ ജിഹാദികളുടെ സ്വർണ്ണക്കടത്ത്, ഗൾഫിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇവരുടെ സ്വർണ്ണക്കടത്ത്, ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസും ഇടതുപക്ഷവും നിൽക്കുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കൊണ്ട് ഇവരെല്ലാം കോടികൾ സമ്പാദിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് 10 വർഷം CPM ഭരണം കേരളത്തെ ലഹരി ഹബ്ബാക്കി മാറ്റി. അപ്പോൾ ഇന്ത്യയിലെ ഒരു ലഹരി ഹബ്ബ് എന്നറിയപ്പെടുന്ന സ്ഥലമായി കേരളം മാറി എന്നുള്ളതാണ് ദിനേശൻ എന്നൊരാൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അരുൺ എഴുതിയിരിക്കുകയാണ്, ജിഹാദികൾ ഡ്രഗ്സ് വിറ്റ് കുഴിമന്തി ഹോട്ടൽ തുടങ്ങുന്നു. അപ്പോൾ ഈ കുഴിമന്തി ഹോട്ടലിൻ്റെ പിന്നിലെല്ലാം ഈ ഡ്രഗ്സ് മാഫിയകളാണ്. ഈ കുഴിമന്തി, ബിരിയാണി ഇതുപോലുള്ള ഈ പരിപാടികൾ നടത്തുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അടുത്തത് ഒരാൾ എഴുതിയിരിക്കുകയാണ്, മുജീബ്, അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന് തോന്നുന്നു, മുജീബ്. അദ്ദേഹം പറയുകയാണ്, ഇവരെ ജാമ്യം കൊടുക്കാതെ 25 വർഷമെങ്കിലും ജയിലിലടയ്ക്കാൻ എന്നാലേ നാട് നന്നാകുള്ളൂ. അപ്പോൾ ഇവരിൽ കൂട്ടത്തിൽ ചില ആളുകളും ഇതിനെ എതിർത്ത രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ അടുത്തത് ബാബു എന്ന ഒരാൾ എഴുതിയിരിക്കുകയാണ്, ബാബു നമ്പ്യാർ. കേരളത്തിലെ 94.5% മയക്കുമരുന്ന് ഡീൽ ചെയ്യുന്നത് കാക്കാക്കുട്ടികളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. മധു KB, ഈ ജിഹാദി പിന്നെ ഒരു തെറിയാണ്, ഇതേ ഉള്ളോ പണി, ഇവന്മാർക്ക് ഈ നാട്
ഇമാർ ഈ നാട് നശിപ്പിക്കും. അതിന് കുറേ രാഷ്ട്രീയക്കാരും കൂട്ടു നിൽക്കുന്നുണ്ട്. സുഭാഷ് 10 വർഷം കൊണ്ട് അന്തം കമ്മികൾ കേരളത്തിൽ ഭരിച്ചതിന് ശേഷം ആണ് ഇത്രയും മയക്കുമരുന്ന് വർധനവുണ്ടായിരുന്നു. അടുത്തത് പ്രശാന്ത് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ആംബുലൻസും കൂടെ പരിശോധിക്കണം. അടുത്തത് രാജ് പന്നികൾ കേരളത്തിനെ ലഹരി ഹബ്ബാക്കി മാറ്റി. ഇങ്ങനെ പോകുന്നു ഒരുപാട് കമൻറ്റുകൾ. ഇവരാണല്ലോ അടുത്തത് സൂര്യൻ, ഇവരാണല്ലോ മയക്കുമരുന്നിൻ്റെ ഡീലർ. കൂട്ടിന് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഇവന്മാർ പാട്ടിലാക്കും. കേരളത്തിൽ ഇത്രയും മയക്കുമരുന്ന് അതുപോലെ കഞ്ചാവ് പിടിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു അതാണ് അടുത്ത ചോദ്യം. അത് നിസാം എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയും മയക്കുമരുന്ന് പിടിക്കുന്നത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഇത് എന്ത് ചെയ്യുന്നു? ഇത് പോലീസുകാർ എന്ത് ചെയ്യുന്നു? മറിച്ചു വിൽക്കുകയാണോ? അദ്ദേഹത്തിൻ്റെ ബലമായ സംശയം ഇത് പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ ജിഹാദികൾക്ക് തന്നെ പോലീസുകാർ തന്നെ മറിച്ചു വയ്ക്കുകയാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ഇനി അടുത്തത് ഉണ്ണികൃഷ്ണൻ 80% പിന്നെ ഒരു പൂരത്തെറി എഴുതിയിട്ട് പറഞ്ഞു ഇവന്മാരാണല്ലോ. സുഭാഷ് KR ഇവിടെയും ജിഹാദി ഇവന്മാർ ഇതൊരു തൊഴിലാക്കി മാറ്റി. ഇപ്പം ജിഹാദി കുഞ്ഞുങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കഞ്ചാവും MDMA-യും മയക്കുമരുന്നും വിൽക്കുക. ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ 95%. ഇവർക്ക് കൃത്യമായ ഒരു വിദ്യാഭ്യാസം, ഇവരൊക്കെ മദ്രസകളിൽ പഠിക്കുന്നവരാണ്. ഇവർക്ക് എന്ത് വിദ്യാഭ്യാസമാണ് ഈ മദ്രസകൾ കൊടുക്കുന്നത്? ഒരു പരിധിവരെ ഈ മദ്രസകളെല്ലാം അടച്ചുപൂട്ടിയാൽ ഒരു പരിധിവരെ ചിലപ്പോൾ ഇതൊക്കെ നിൽക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് ഇവർക്ക് കൊടുക്കുന്നത്? എന്ത് നിലവാരമാണ് ഇവരുടേത്? എല്ലാ സമസ്ത മേഖലകളിലും ഇവർ ഇത് കൈയടക്കി വച്ചിരിക്കുകയാണ്. ഇനി കേരളം കോൺഗ്രസ് ഭരണം കൂടെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ കടകളിലും കമ്പോളങ്ങളിലും മാർക്കറ്റുകളിലും വഴിയോര കച്ചവടങ്ങളിലും കഞ്ചാവുണ്ട വേണോ, കഞ്ചാവുണ്ട വേണോ, MDMA വേണോ, മയക്കുമരുന്ന് വേണോ, ഹാഷിഷ് ഓയിൽ വേണോ എന്നുള്ള വിളിയോടുകൂടെ ഈ ജിഹാദികൾ ഇറങ്ങി പുറപ്പെടും. എന്തായാലും ഈ ഒരു നശിച്ച ഈ ജിഹാദി വർഗങ്ങളെ കൊണ്ട് നമ്മുടെ ഈ നാടല്ല ലോകം മുഴുവൻ മുടിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കഴിയുന്നിടത്തോളം ഇത്തരക്കാരിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. എത്ര പറഞ്ഞാലും ഒരു ഉളുപ്പും നാണവും ഇല്ലാത്ത ഇവന്മാർ പിന്നെയും നാളെയും എത്ര പിടിക്കപ്പെട്ടാലും ജയിലിൽ കിടന്നാലും എത്ര കേസുണ്ടായാലും നാളെ വീണ്ടും ഈ കഞ്ചാവും MDMA-യും ഹാഷിഷ് ഓയിലുമായി ഇവരിറങ്ങും. ഇവരെ ഒരിക്കലും നന്നാക്കാൻ പറ്റുകയില്ല. നമ്മൾ സ്വയം ഇവരിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതായിരിക്കും ബുദ്ധി എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.